ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സംക്രാന്തി ആവാറായി. ഞങ്ങളിവിടെയൊക്കെ സംക്രാന്തി എന്നാണ് പറയാറ്, ചിലയിടത്തൊക്കെ സംക്രാന്തി എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ഈ ഏരിയയിൽ കർക്കിടക സംക്രാന്തി എന്നാണ് പറയാറ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതെന്ന് പറയുന്നത് ഫുൾ വീഡിയോ ഇല്ല. ഇതിൽ നമ്മൾ ടി വി വെച്ചിരിക്കുന്ന ഹോളും ഡൈനിങ് ഹോളും മാത്രമാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്തത്. അവിടുത്തെ വാതിൽ, ജനൽ, പിന്നെ ടി വിയുടെ അവിടെ ഉള്ളത്, സോഫ, അവിടുത്തെ ഷെൽഫ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അന്ന് ക്ലീൻ ചെയ്ത്. പിന്നെ ഫാനിലായിരുന്നു ഒരുപാട് പൊടി ഉണ്ടായിരുന്നു, കാരണം നല്ല പൊടി ഉണ്ടായിരുന്ന ഫാനിലാണ്. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് അടിച്ച് കയറി തുടയ്ക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം കസേര ഇട്ട് ഇരുന്നാലും അവിടെ എത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂല് കൊണ്ട് മാക്സിമം പറ്റാവുന്ന രീതിയിൽ തട്ടിയിട്ട് എല്ലാതും, സ്വിച്ച് ബോർഡാണെങ്കിലും നമ്മുടെ അവിടെ ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്, ചുമരിൻ്റെ അവിടെയും നന്നായി ഇതാക്കി. അതുപോലെ തന്നെ നമ്മുടെ ജനലിൻ്റെ കമ്പികളെല്ലാം നന്നായിട്ട് തന്നെ തുടച്ചിട്ടുണ്ട്, എല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലൊരു കസേര ഇട്ടിട്ടുണ്ട്, അപ്പോൾ ആ കസേര എടുത്ത പൊടികൾ നന്നായി തുടച്ചു. ടി വി സ്റ്റാൻഡ്, ടി വിയിലൊക്കെ അത്യാവശ്യം ഇത്തിരി, എന്നാലും വലിയ പൊടിയില്ല, എന്നാലും അത്യാവശ്യത്തിന് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ചു. ജനലിൻ്റെ സൈഡും എല്ലാം തുടച്ചു. അങ്ങനെ ആ ഭാഗത്തൊക്കെ നമ്മൾ തുടച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ വീട് ഫുൾ ക്ലീൻ ചെയ്യുന്ന ക്ലിപ്പുകളൊന്നും ഇല്ല കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ടായിട്ട് ഇടാം. ഞാൻ അന്നത്തെ ദിവസം അത്രയും മാത്രമേ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം കുറച്ച് ക്ലീൻ ചെയ്ത് തന്നെ പെട്ടെന്ന് വയ്യാണ്ടായി. അപ്പോൾ ക്ലീനിങ് ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പെട്ടെന്ന് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം കാരണം പെട്ടെന്ന് വയ്യാണ്ടായി, തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നിയപ്പോൾ ഞാൻ അന്നത്തെ വീഡിയോ അവിടെ വെച്ച് നിർത്തി. എങ്ങനെയെങ്കിലും ഈ 2 പോർഷൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം, എന്നിട്ടൊന്ന് കിടക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേഗം തന്നെ ഈ ഭാഗത്തുള്ളതൊക്കെ റീഅറേഞ്ച് ചെയ്ത് വെച്ച്, ഷെൽഫൊക്കെ ഇത്തിരി അലമ്പായിട്ടുണ്ടായിരുന്നത് അതൊക്കെ സെറ്റാക്കി അവിടെയൊക്കെ ഒന്ന് തുടച്ചു. തുണി കൊണ്ടൊന്ന് തുടച്ചിട്ട് എല്ലാതും പഴയ പോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ഡൈനിങ്ങിൻ്റെ ഏരിയയിലുള്ള ജനലാണ്. ആ ജനലിൻ്റെ അവിടെ ഞാൻ ചെറിയൊരു മണി പ്ലാന്റ് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ചെറിയൊരു പീസ് കൊടുന്ന് വെച്ചിട്ട് പറ്റുമോ, ഇത് വരുമോ ഇല്ലയെന്നൊന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വെച്ചിട്ട് പിടിച്ച ഒരു മണി പ്ലാന്റാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് നോക്കാൻ വേണ്ടിയിട്ട്. ഓരോ ദിവസവും അതിങ്ങനെ വളർന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ എല്ലാം ആ 2 ഏരിയ മൊത്തത്തിൽ ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നന്നായി ക്ലീനായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, കാരണം അത്യാവശ്യം നല്ലൊരു നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.